ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പ്രിയൻ എന്തിനാണ് റിസൈൻ ചെയ്യണം എന്നുള്ള കാര്യം ആർക്കും തന്നെ മനസ്സിലാവണില്ല. മോഹൻ പറയണ്ട്, പ്രിയ നിന്റെ പല രഹസ്യങ്ങളും അറിയാവുന്നവനാണ് ഞാൻ, ഇവർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ട് നീ ഈ ജോലി വേറെ ആര് പിരിഞ്ഞു പോയാലും പിരിഞ്ഞു പോലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ പാർവതിയും പറയണ്ട്, എനിക്കും അറിയാം പ്രിയഞ്ചേട്ടൻ ഒരിക്കലും ഈ ജോലിയിൽ നിന്ന് അങ്ങനെ പിരിഞ്ഞു പോയില്ല. ഇത് വേറെ എന്തോ കാരണമുണ്ട്. പ്രിയഞ്ചേട്ട എന്താ പ്രിയഞ്ചേട്ട സംഭവം? എന്തിനാ നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ പെട്ടെന്ന് പിരിഞ്ഞു പോണത്? എന്താ പ്രിയയുടെ പ്രശ്നം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഞാൻ കാരണം എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുകയാണ്. നീ കാരണം എന്തിനാ പാർവതി? അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുമ്പോഴേക്കും ജയന്തിയൊക്കെ ചോദിക്കണ്ടേ, എന്താ പ്രിയ, പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഇല്ലേ, പിന്നെ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അതുകൊണ്ടൊന്നല്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. അനിയത്തി കല്യാണ പ്രായം വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ അവൾക്കായിട്ട് സ്വരുക്കൂട്ടിയതായിട്ട് ഒന്നുമില്ല. എന്റെ ജോലിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എല്ലാം. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ജോലിയുടെ ശമ്പളം കൊണ്ട് കിട്ടിയോണ്ട് മാത്രം ഒന്നും ആവില്ല. അതുകൊണ്ടാണ് എന്ന് പറയണം. അപ്പോൾ എല്ലാവരും പറയണ്ട, എന്തായാലും പ്രിയ ഈ തീരുമാനം നീ മാറ്റണമെന്ന് ഞങ്ങൾ എല്ലാവരും പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജയന്തിയും എല്ലാവരും പോകണം. അപ്പൊ ആറുവിനെയും വിളിച്ചുകൊണ്ട് അവരങ്ങോട്ട് പോകുന്നുണ്ട്. ശേഷം പ്രിയനോട് സംസാരിക്കാൻ വേണ്ടി മോഹൻ വരുന്നുണ്ട്. മോഹൻ ചോദിക്കുന്നുണ്ട്, എടാ പ്രിയ എന്താ കാര്യം, പ്ലീസ് ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ മോഹൻ, ഞാൻ പറഞ്ഞ തന്നെയാ സത്യം എന്ന് പറയണം. പ്രിയൻ പറഞ്ഞത് സത്യമല്ലെന്ന് മോഹന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പ്രിയൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും മോഹനും പ്രിയന്റെ കൂടെ അങ്ങോട്ട് പോകുക കേട്ടോ. മോഹൻ പറയുന്നുണ്ട്, പ്രിയ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പാർവതിയുള്ള സ്ഥലത്തെ നീ നിൽക്കുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ പാർവതിനെ ഉപേക്ഷിച്ച് നീ പോകണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ തക്കതായ എന്തൊരു റീസൺ എന്താ പ്രിയ, എന്താ കാര്യം, നിനക്കെന്താ എന്നോട് പറയാൻ പറ്റില്ലേ? എല്ലാം നീ എന്നോട് പറയുന്നതാണല്ലോ. പാർവതിനെ കുറിച്ച് നീ ഇപ്പൊ എന്നോട് സംസാരിക്കാറില്ല. അവസാനം സംസാരിച്ചത് നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടികൾക്ക് നല്ലൊരു കല്യാണാലോചനയോ അല്ലെങ്കിൽ നല്ലൊരു ബന്ധമോ വരുവാണെങ്കിൽ അവര് നീ ഉപേക്ഷിച്ചു കൊടുക്കോ എന്നൊരു ചോദ്യം നീ ചോദിച്ചായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് പാർവതിയുടെ നിന്റെ കാര്യത്തിലാണോ സംഭവിച്ചത്? പാർവതിക്ക് അങ്ങനെ എന്തെങ്കിലും നല്ലൊരു ആലോചന വന്നോ? അതാണോ നിന്റെ പിന്മാറ്റത്തിന് കാരണം എന്ന് ചോദിക്കുകയാണ്. പ്രിയനൊന്നും മിണ്ടുന്നില്ല. മോഹൻ പറയണ്ട്, എനിക്കിപ്പോ മനസ്സിലായി അത് തന്നെയാ കാരണമെന്ന്. എന്താ പ്രിയ, പാർവതിക്ക് അങ്ങനെ വലിയ നല്ല ആലോചന വന്നോ എന്ന് ചോദിക്കുകയാണ്. പ്രിയൻ പറയുന്നുണ്ട്, മോഹൻ നീ ഇതാർത്തും പറയാൻ പാടില്ല. എന്താ നീ പറഞ്ഞോ? പാർവതിക്ക് നല്ലൊരു ആലോചന വന്നടാ. അവളുടെ കുടുംബക്കാർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കോടീശ്വരനായ ഒരാളുടെ ആലോചന. കോടീശ്വരൻ മാത്രമല്ല, നല്ല സ്വഭാവമാണ് അയാളുടെ. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. പാർവതിയുടെ ജീവിതം മാത്രമല്ല, പാർവതിയുടെ അച്ഛന്റെയും അമ്മയുടെയും അതുപോലെ തന്നെ പാർവതിയുടെ ചേച്ചിയുടെ ജീവിതം തന്നെ മാറും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 10 ലക്ഷം രൂപ പാർവതിയുടെ വീടിന്റെ ആധാരം എടുത്തു കൊടുക്കാനായിട്ട് സഹായിച്ച ഒരാള്, അയാളും അത് തന്നെയാണ് എന്ന് ചോദിക്കുകയാണ്. പറയാട്ടോ. അപ്പോ മോഹൻ ചോദിക്കുന്നുണ്ട്, ഇത്രമാത്രം പാർവതിനെ സഹായിക്കാൻ വേറെ ആരുടെ കോടീശ്വരനായിട്ട് ആരാ ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആരെയും ഉദ്ദേശിക്കുന്നത്? നിന്റെ നാട്ടുകാരൻ ആരെങ്കിലും ആണോ, അതോ നിനക്ക് പരിചയം നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണോ? ആരാ പ്രിയ, ആരാ അതെന്ന് ചോദിക്കുമ്പോഴേക്കും മോഹൻ, നീ വേറെ ആർക്കും പറയരുത്, അത് കൈലാസ് സാറാണ്. കൈലാസ് സാറോ? കൈലാസ് സാർ പാർവതിനെ, അതെ പാർവതിനെ പ്രണയിക്കുന്നുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കൈലാസ് സാർ പാർവതിനെ കണ്ട നാൾ മുതൽ പ്രണയിക്കാൻ തുടങ്ങിയതാണ് എന്ന് പറയണം. നീ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൈലാസ് സാർ പാർവതിനെ ആ രീതിയിലാണോ കാണുന്നത്? അതിലെന്താ തെറ്റ്? അയാളെ കൈലാസ് സാർ നോക്കുമ്പോഴേക്കും പാർവതി കല്യാണം കഴിയത്തൊരു പെൺകുട്ടി, മനസ്സിൽ ആരും തന്നെ ഇല്ല. അപ്പോൾ കൈലാസ് സാർ ഈ പ്രണയം ആദ്യം പറഞ്ഞത് എന്നോടാണ്. പാർവതി കാരണം എൻ്റെ കൂടെയാണല്ലോ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. പാർവതി എടുത്ത് എങ്ങനെയെങ്കിലും കൈലാസിന്റെ പ്രണയം തുറന്നു പറയണമെന്ന് എന്നോടാണ് പറഞ്ഞത്. പക്ഷെ എനിക്കത് പറയാനുള്ള ഒരു യോഗ്യതയില്ല. ഞാനിങ്ങനെ അവളുടെ മുഖത്ത് നോക്കി ഈ കാര്യം പറയാം. കൈലാസ് സാർ തന്നെയാണ് 10 ലക്ഷം രൂപ തന്ന് സഹായിച്ചത്. പക്ഷെ അത് തന്ന് സഹായിച്ചത് കൈലാസ് സാർ ആണെന്ന് ഒരിക്കലും പാർവതി അറിയാൻ പാടില്ലെന്നും എന്നോട് പറഞ്ഞു. അതെന്താ കൈലാസ് സാർ അങ്ങനെ പറഞ്ഞത്? കൈലാസ് സാർ ഇപ്പൊ കൊടുത്തെങ്കിൽ പാർവതിക്ക് കൈലാസ് സാറിന്റെ മതിപ്പ് കൂടിയാനേലോ? അങ്ങനെയല്ലടാ. ഇപ്പൊ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് കൈലാസ് സാർ ഇപ്പൊ പാർവതിയുടെ ഇഷ്ടം തുറന്നു പറയുകയാണെങ്കിൽ ആ 10 ലക്ഷം തന്നതിന്റെ പേരിൽ അവൾക്ക് നോ പറയാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് കൈലാസ് സാർ 10 ലക്ഷം രൂപ തന്ന് സഹായിച്ചെന്നൊക്കെ അവള് തെറ്റിദ്ധരിച്ചാലോ? അതുകൊണ്ടാ സാർ അങ്ങനെ പറഞ്ഞത്. എന്തായാലും എന്നെക്കാളും യോഗ്യൻ പാർവതിക്ക് കൈലാസ് സാർ തന്നെയാടാ. മോഹൻ പറഞ്ഞ, നീ വിഡ്ഢിയാണോ? പമ്പര വിഡ്ഢി. നീയും കൈലാസ് അങ്ങനെ പല തീരുമാനം എടുക്കും. പക്ഷെ പാർവതിയുടെ മനസ്സിലെന്താന്ന് നിനക്കറിയാവോ? പാർവതി സ്നേഹിക്കുന്നത് നിന്നെയോ കൈലാസ് സാറിനെയോ ആരെയല്ല, ഗന്ധർവനായിട്ടുള്ള നിന്നെ തന്നെയാ. പക്ഷെ അത് നീയാണെന്ന് പാർവതിക്ക് അറിയില്ലല്ലോടാ. അത് നീയാണെന്ന് പറഞ്ഞാൽ പാർവതി 2 കൈ നീട്ടി നിന്നെ സ്വീകരിക്കും. പക്ഷെ പാർവതിയുടെ ഗന്ധർവൻ ഒരിക്കലും കൈലാസ് സാർ ആവാൻ സാധിക്കില്ല. കൈലാസ് സാറിന് അത് ആവാനും പറ്റില്ല. പാർവതിക്ക് എപ്പോഴും നീ തന്നെയാണ് ചേരുന്നത്. നിങ്ങൾ തമ്മിൽ തന്നെയാണ് ചേരേണ്ടത്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴേക്കും അതിന്റെ ആ ഒരു സെറ്റപ്പ് വേറെ തന്നെയാടാ. നിങ്ങൾ തമ്മിൽ അത്ര ചേർച്ചയാണ്. പാർവതിക്ക് നീ എന്ന് വെച്ചാൽ ജീവനാടാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നീ റിസൈൻ ചെയ്യാന്ന് പോകാൻ പറഞ്ഞപ്പോഴേക്കും ആ പാവത്തിന്റെ മുഖം എത്രമാത്രം വിഷമിച്ചത്. പാർവതിക്ക് നീ സംസാരിക്കാതിരിക്കുമ്പോൾ പോലും പാർവതിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല.
പ്രിയ വേണ്ടടാ, വിട്ട് കളയടാ. കൈലാസ് സാറ് അതിനേക്കാളും നല്ല പെൺകുട്ടികളൊക്കെ വേറെ കിട്ടോടാ, അയാളൊക്കെ പണക്കാരാണ്. പിന്നെ അത് മാത്രല്ല, കൈലാസന്റെ അച്ഛനും അമ്മേനെ നോക്കുന്നു, ഈ ബന്ധം ഇഷ്ടപ്പെടില്ല. അവരെക്കാളും വലിയ ബന്ധമല്ലേ നോക്കുള്ളൂ. ആ സമയത്ത് പാർവതിയായിട്ടുള്ള വിവാഹ ജീവിതം അവർ സമ്മതിക്കില്ല. എടാ പാർവതിക്ക് നിന്നെ പോലത്തെ ഒരാളെയാ വേണ്ടത്. എടാ എന്നെ കെട്ടിയതുകൊണ്ട് അവൾക്ക് എന്ത് ഗുണ ഉള്ളത്? എടാ നിന്നെ പോലത്തെ ഒരു സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളെ കെട്ടി തന്നെ വലിയ മഹാഭാഗ്യല്ലേ. കൈലാസ് സാറും അവളെ സ്നേഹിക്കുന്നുണ്ട്. കൈലാസ് സാറിനെ കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് സ്നേഹവും കിട്ടും, അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരും രക്ഷപ്പെടും. ഞാൻ കെട്ടിയത് കൊണ്ട് അവളുടെ ജീവിതം ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, അവളുടെ വീട്ടുകാരെ ഒരു കരക്കെത്തിക്കാൻ എനിക്ക് പറ്റില്ലടാ. ഒന്നാമത്തെ കാര്യം, എൻ്റെ വീട്ടിലും പല പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ കൂടെ അവളുടെ വീടിൻ്റെ പ്രശ്നങ്ങൾ ഒന്നും ശരിയാവില്ല. വേണ്ട പ്രിയ, നീ എന്തൊക്കെ പറയാലും നീ വലിയ ത്യാഗം ചെയ്യണ പോലെ നീ വിചാരിക്കണ്ട. നീ സ്നേഹിക്കുന്നത് പാർവതിനെയാണെന്ന് ഞാൻ പാർവതിയുടെ പറയാൻ വേണ്ടി പോവാ. വേണ്ട, അത് വേണ്ട, നീ തന്നെയാണ് അവളുടെ ഗന്ധർവ്വനെന്ന് ഞാൻ പറയാൻ പോവാ. ദേ മോഹൻ, വെറുതെ കളിക്കല്ലേ കേട്ടോ, എനിക്കത് താല്പര്യമില്ല, നീ പറയരുത്. പറയൂന്ന് വെച്ചാൽ പറഞ്ഞിരിക്കും എന്ന് മോഹൻ പറയുമ്പോഴേക്കും മോഹൻ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുവാട്ടോ കൈലാസ്. അത് കാണുമ്പോഴേക്കും മോഹനും വല്ലാതെ വിഷമാവുന്നുണ്ട്. മോഹൻ അപ്പൊ തന്നെ മുഖമൊക്കെ ആകെ മാറിയിട്ട് അവിടെ നിന്ന് പോവാട്ടോ. മോഹൻ മോഹൻ എന്ന് പ്രിയം വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ മോഹൻ അവിടെ നിന്ന് പോവാണ്. അതേസമയം നമ്മുടെ മോഹനാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം എങ്ങനെയെങ്കിലൊക്കെ ആരോടെങ്കിലും പറഞ്ഞേ പറ്റൂ, വേറെ ആരെങ്കിലും ഈ സത്യം അറിഞ്ഞേ പറ്റൂ എന്ന് വിചാരിക്കുകയാണ് മോഹൻ. ഇതിപ്പോൾ ആർത്താ പറയാ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിചാരിക്കുന്നത് മീരടുത്തൊന്ന് പറഞ്ഞാലോ എന്ന് വിചാരിക്കുകയാണ്. കാരണം മീര അവരുടെ കൂടെ അന്ന് പാർവതിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ മീരയുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ മോഹന്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും ഈ കാര്യം പറയണമല്ലോ. അതുകൊണ്ട് മോഹൻ ഈ കാര്യം മീരടുത്താണ് പറയണത്. നമ്മുടെ പ്രിയനാണ് പാർവതി ഇത്ര നാളെ സ്നേഹിക്കണതും പാർവതി എപ്പോഴും വരും വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കണ ഗന്ധർവൻ നമ്മുടെ പ്രിയനാണെന്നുള്ള സത്യം പറയണം. അങ്ങനെ പാർവതിയും ആ മഹാസത്യം അറിയാണ്, പ്രിയൻ തന്നെയാണ് തൻ്റെ ഗന്ധർവനുള്ളത് സത്യം. പക്ഷെ അപ്പോഴേക്കും പ്രിയൻ കൈലാസ് സാറിന് വേണ്ടി പാർവതീനെ അങ്ങനെ വേണ്ട, അവരുടെ അയാളുടെ കൂടെ ജീവിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പാർവതിയും കൈലാസം ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ച് പ്രിയൻ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ പോണ ആ ഒരു സമയത്താണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ മഹാസത്യം മനസ്സിലാക്കണത്. വേറൊന്നല്ല, പാർവതി പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം. പക്ഷെ പാർവതിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പാർവതി ഡോക്ടറെ അടുത്തൊക്കെ പോകുമ്പോൾ ഡോക്ടർ അല്ല, 2-3 ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും ഡോക്ടർ ഇതന്നെയാണ് പറയുന്നത്, പ്രഗ്നന്റ് ആണ് എന്നൊക്കെ പറയുന്നത്. പാർവതിക്ക് ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല, ഇത് എങ്ങനെയാണ്, ഇതെന്താ ദിവ്യ ഗർഭമാണ് അങ്ങനെയൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ പാർവതി പറയുന്നുണ്ട് പ്രിയനോട്, അപ്പോഴും പാർവതി സഹായം ചോദിക്കണം പ്രിയനോട് തന്നെയാട്ടോ. തൻ്റെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിയൻ ചേട്ടൻ എന്നെ സഹായിക്കണമെന്ന് പറയണ്ട. അങ്ങനെ പ്രിയൻ തന്നെയാണ് പാർവതിനെ ആ കാര്യത്തിൽ സഹായിക്കുന്നത്. പക്ഷെ ആരാന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ വേറൊരു സംഭവം എന്ന് വെച്ചാല്, അപ്പോഴേക്കും നമ്മുടെ കൈലാസ് നമ്മുടെ മുക്തേനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. പാറുവിനെ പ്രിയനും വിവാഹം കഴിച്ചു. വേറൊന്നല്ല, പാറുവിന്റെ ജീവിതം ഇങ്ങനെ പോവണ്ട, അവളെല്ലാവരും വേറൊരു രീതിയിലാണ് കാണുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പ്രിയൻ പാർവതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. അത് പാർവതി പോലും വിചാരിക്കാത്ത സമയത്ത്, പാർവതി പോലും വിചാരിക്കാത്തതും നിനക്കാത്ത സമയത്താണ് പ്രിയൻ പാർവതിയുടെ കഴുത്തിലേക്ക് താലി കെട്ടുന്നത് കേട്ടോ. പാർവതിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ എങ്കിൽ പോലും പാർവതിയുടെ ദേഹത്ത് പാർവതിയുടെ അനുവാദം കൂടാതെ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ല പ്രിയൻ. പാർവതിയും പ്രിയനും അപ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് കേട്ടോ. പക്ഷെ അവരൊരു വലിയൊരു ദൗത്യത്തിലാണ്, ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്നുള്ള ഒരു ഇത്. പക്ഷെ അത് സത്യം അറിയാവുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, മുക്തക്ക് മാത്രമേ അറിയുള്ളൂ ആ കുഞ്ഞിന്റെ അച്ഛൻ തൻ്റെ ഭർത്താവ് കൈലാസ് ആണെന്നുള്ള കാര്യം. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ പോണത്. തമിഴിൽ മുക്തേനായിട്ടോ വിവാഹം കഴിക്കണത്. പക്ഷെ മലയാളത്തിൽ ഇങ്ങനെ പോണ കാണുമ്പോൾ മുക്തേനെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ആരെങ്കിലും വരുമോന്നും അറിയില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.